Good evening aspirants. Welcome to Vishwam Academy. ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് ആറ്റമിക് എനർജിയുടെ എന്താണെന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. Atomic energy. The Atomic Energy Commission was set up in 1948. 1948ലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ചെയർമാൻ ഡോക്ടർ ഹോമി ജെ ബാബ. എന്താണ് അതിൻ്റെ പോളിസി അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ എയിം? The aim is to lay down policies on the use of atomic energy for peaceful application. സമാധാനപരമായിട്ടുള്ള ഒരു എയിമിന് വേണ്ടിയിട്ടാണ്, ഒരു ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് ഈ ആറ്റമിക് എനർജി യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് ഒരു വയലൻസ് പർപ്പസിനായിരുന്നില്ല. To execute these policies, the Department of Atomic Energy DAE was formed in 1954. സോ 2 ഇയറാണ് അവിടെ പഠിക്കാനുള്ളത്. ആറ്റമിക് എനർജി കമ്മീഷൻ സെറ്റപ്പ് ചെയ്ത ഇയർ 1948. പിന്നെ DAE ഫോം ചെയ്തിട്ടുള്ള ഇയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റമിക് എനർജി ഫോം ചെയ്തിട്ടുള്ള ഇയർ 1954. ഇതിനെ ബേസ് ചെയ്തിട്ട് 5 റിസർച്ച് സെന്റേഴ്സ് ആണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബാബ ആറ്റമിക് റിസർച്ച് സെന്റർ, അതായത് ബാർക്ക്. അത് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഇയർ 1967. എവിടെയാണ്? ട്രോംപെ, മുംബൈയിലുള്ള ട്രോംപെയിലാണ് ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതിന് 3 റിസർച്ച് ഉണ്ട്. അപ്സര, സിറസ്, ധ്രുവ. ഇതിൽ കൂടാതെ സെർലിന, പൂർണിമ സീരീസും ഉണ്ട്. പക്ഷെ മെയിൻലി അപ്സര, സിറസ്, ധ്രുവയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ദർ ആർ 3 റിസർച്ച്. ഫസ്റ്റ് വൺ അപ്സര, അതിന്റെ പവർ 1 മെഗാവോൾട്ട് ആണ്. ഇന്ത്യസ് ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ ആണ് അപ്സര. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സിറസ്, ഇറ്റ് ഹാസ് 40 മെഗാവോൾട്ട്. ആൻഡ് തേർഡ് വൺ ഈസ് ധ്രുവ, ഇറ്റ് ഹാസ് 100 മെഗാവോൾട്ട്. ഇനി സെർലിന ഡിസ്മാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു റിയാക്ടർ ആയിരുന്നു, അതായത് ഡീകമ്മീഷൻ ചെയ്തിട്ടുള്ള ഒരു റിയാക്ടർ ആയിരുന്നു. അതിൽ നാച്ചുറൽ യുറാനിയം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി പൂർണിമ സീരീസ് 1, 2, 3 ഉണ്ട്. അത് സെക്കൻഡ് റിസർച്ച് സെന്ററിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള കാമിനി എന്നുള്ള റിയാക്ടറിന് വേണ്ടിയിട്ട് ഈ പൂർണിമ സീരീസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പൂർണിമ സീരീസ് മെയ്ഡ് വേ ഫോർ കാമിനി അറ്റ് കൽപ്പാക്കം. സോ സെക്കൻഡ് വൺ ഈസ് സെക്കൻഡ് റിസർച്ച് സെന്റർ ഏതാണ്? ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റോമിക് റിസർച്ച്, IGCAR. ആൻഡ് ഇറ്റ് സെറ്റപ്പ് ഇൻ 1971 അറ്റ് കൽപ്പാക്കം ഇൻ മദ്രാസ്. ഇത് ഫാസ്റ്റ് ബ്രീഡർ ടെക്നോളജിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, FBTR. അതിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ് യുറാനിയം ആൻഡ് പ്ലൂട്ടോണിയം. കാമിനി യൂസസ്, നേരത്തെ പൂർണിമ സീരീസ് മെയ്ഡ് വേ ഫോർ കാമിനി എന്ന് പറഞ്ഞില്ലേ, അത് ഈ റിസർച്ച് സെന്ററിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ റിസർച്ച് സെന്ററിൽ റിയാക്ടർ ആയിരുന്നു കാമിനി, യൂസസ് യുറാനിയം. ആൻഡ് വേറസ് ധ്രുവ ആൻഡ് സിറസ് സബ്സര യൂസസ് റേഡിയോ ഐസോട്ടോപ്സ്. Third one, Center for Advanced Technology, AT, established in 1984 in Indore. റിസർച്ചസ് യൂസ് ഏതൊക്കെ റിസർച്ചസ്? ലേസർ ഫ്യൂഷനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ സെന്റർ ഹാസ് ബിൽഡ് 2 സിങ്ക്രോട്രോൺ റേഡിയേഷൻ സോഴ്സസ്, അതായത് SRS. അത് ഏതൊക്കെയാണ്? ഇൻഡസ് 1 ആൻഡ് ഇൻഡസ് 2. ഈ SRS എന്ന് വെച്ചാൽ എന്താ? അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് റേഡിയലി ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് SRS. What is SRS? Electromagnetic radiation emitted when charged particles are accelerated radially. So ഏതൊക്കെ SRS ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്? ഇൻഡസ് 1 ആൻഡ് ഇൻഡസ് 2. ഫോർത്ത് റിസർച്ച് സെന്റർ ഏതാണ്? വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ, VECC. It set up in 1977 at Kolkata. Advanced work in nuclear physics, nuclear chemistry. Production of isotopes for various application and radiation damage studies on reactor materials. ഇതാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. ആൻഡ് നെക്സ്റ്റ് ആറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ്, AMD. ഇതിൽ മെയിനായിട്ട് ഇയറും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലവും അതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ യൂസസും ആണ് നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്യുന്നത്. ഈ 3 പോയിന്റ്സ് മാത്രമേ ഓരോ റിസർച്ച് സെന്റേഴ്സിലും നമ്മൾ നോക്കുന്നുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ആറ്റോമിക് Minerals Directorate, AMD. It located in Hyderabad. It carries out surveys, exploration and evaluation of the resources required for the atomic energy programmers of the country. So ആ പോയിന്റ് എന്താ പറയുന്നത് വെച്ചാൽ
നമ്മുടെ കൺട്രിയിലുള്ള ആറ്റോമിക് എനർജി പ്രോഗ്രാംസിന് ആവശ്യമാകുന്ന റിസോഴ്സസിൻ്റെ സർവേ എടുക്കാനും എക്സ്പ്ലോർ ചെയ്യാനും അത് കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് റിസർച്ച് സെൻറ്റർ യൂസ് ചെയ്യുന്നത്. So it also carries out the geological studies related to the selection of nuclear power plant sites and responsibilities for the disposal of the nuclear waste. ഈ ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനും ഈ പവർ പ്ലാന്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് സെലക്ട് ചെയ്യാനുള്ള സെലക്ഷന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡീസ് ആണ് ഈ ആറ്റോമിക് മിനറൽസ് ഡയറക്ടറിന്റെ ഒരു യൂസ്. ഇനി നെക്സ്റ്റ് പൊക്രാൻ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പൊക്രാൻ ടെസ്റ്റ്. ഇന്ത്യ ഹാസ് സോ ഫാർ കണ്ടക്ടഡ് 6 ന്യൂക്ലിയർ ടെസ്റ്റ് എക്സ്പ്ലോഷൻ. ഫസ്റ്റ് വൺ ഈസ് അറ്റ് പൊക്രാൻ ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലുള്ള ഒരു സ്ഥലമാണ് പൊക്രാൻ. അവിടെ നടന്ന ഒരു ടെസ്റ്റാണ് നമ്മൾ പൊക്രാൻ ടെസ്റ്റ്. ആ സ്ഥലത്ത് നടന്നതായിരുന്നു നമ്മൾ പൊക്രാൻ ടെസ്റ്റ് അങ്ങനെ പേര് വിളിച്ചു. ഫസ്റ്റ് അറ്റ് പൊക്രാൻ ഇൻ രാജസ്ഥാൻ. അതിൻ്റെ ഒരു അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 meters ആണ്. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ഓൺ May 18, 1974. ആ ടെസ്റ്റിന്റെ പേര്, ഫസ്റ്റ് പൊക്രാൻ ടെസ്റ്റിന്റെ പേരെന്താ? ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ. ഇന്ദിരാഗാന്ധിജി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്തായിരുന്നു ഈ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, ദ അതർ 5 ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ കണ്ടക്ടഡ് ഓൺ May 11th and 13th of 1998. ഇപ്പോൾ പൊക്രാൻ 1 ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ ആണെങ്കിൽ പൊക്രാൻ 2 ഈസ് ഓപ്പറേഷൻ ശക്തി. APJ അബ്ദുൽ കലാം ആ ടൈം ഹെഡ് ആയിരുന്നു അതിൻ്റെ. എയിം ഓഫ് കണ്ടക്ടിങ് ദീസ് ടെസ്റ്റ് ഇൻ ഈസ് യൂസ് ഓഫ് ആറ്റമിക് എനർജി ഫോർ പീസ്ഫുൾ പർപ്പസ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ പീസ്ഫുൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് പവർ സ്റ്റേഷൻസും അതിൻ്റെ ഓപ്പറേറ്ററും സ്റ്റേറ്റും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് താരാപൂർ. ദ ഓപ്പറേറ്റർ ഈസ് NPCIL. അതിൻ്റെ ഫുൾ ഫോം ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ആൻഡ് ദ സ്റ്റേറ്റ് ഈസ് മഹാരാഷ്ട്ര. അവിടെ 4 ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് റാവത്പട്ട. ദ നമ്പർ ഈസ് 6. അവിടെ 6 ഉണ്ട് പവർ സ്റ്റേഷൻ. ഈ NPCIL ആണ് ഈ പറയുന്ന എല്ലാത്തിൻ്റെയും ഓപ്പറേറ്റർ. NPCIL ആണ്. സോ ഞാനത് എഗൈൻ പറയുന്നില്ല. റാവത്പട്ട 6 രാജസ്ഥാൻ. കൂടംകുളം അവിടെ ഒരു പവർ സ്റ്റേഷനാണ്. NPCIL തമിഴ്നാട്. കൈഗ 4 പവർ സ്റ്റേഷൻസ് ഉണ്ട്, കാശ്മീരിലാണ്. കാക്രാപ്പർ 2 ഗുജറാത്ത്. കൽപാക്കർ 2 തമിഴ്നാട്. നാരോറ 2 ഉത്തർപ്രദേശ്. ഇനി പ്രോജക്ട്സ് അണ്ടർ കൺസ്ട്രക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു 2016 റിപ്പോർട്ട്, രാജസ്ഥാൻ യൂണിറ്റ് 7th and 8th 2 ഉണ്ട്. സെയിം NPCIL ആണ് രാജസ്ഥാൻ. കാക്രാപ്പർ യൂണിറ്റ് 3 and 4 NPCIL ഗുജറാത്ത്. തിരുനെൽവേലി കൂടംകുളം 1 യൂണിറ്റ് 2 NPCIL തമിഴ്നാട്. മെഡ്രാസ് കൽപ്പാക്കം 1 ബാവിനി തമിഴ്നാട്. ഇനി ബാവിനിയുടെ ഫുൾ ഫോം നോക്കാം. ഭാരതീയ നാഭിക്യ വിദ്യുത് നിഗം ലിമിറ്റഡ് ഇൻ ചെന്നൈ. NPCIL ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി VVER അല്ലെങ്കിൽ WWER വാട്ടർ പവർ റിയാക്ടർ. ഇനി PFBR പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഇനി ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസിംഗ് റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. തെർമൽ പവർ എനർജി, ഹൈഡ്രോ പവർ എനർജി, റിന്യൂവബിൾ എനർജി, ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എനർജി. ന്യൂക്ലിയർ എനർജി എന്താണ്? ആറ്റംസ് അണ്ടർഗോസ് ഫിഷൻ റിയാക്ഷൻ ടൈമിൽ ഉണ്ടാകുന്ന എനർജിയാണ് ന്യൂക്ലിയർ എനർജി. ഇത് NCERT ഹൈസ്കൂൾ NCERTസിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.